കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദുവിനെ കൂട്ടിയിട്ട് അനാമികയും അനിയും കൂടെ പുറത്തു പോയതായിരുന്നു. അപ്പം അനാമികയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നന്ദുവിനെ കൂട്ടുപിടിച്ചത്. നന്ദു ചെല്ലുകയും ചെയ്യും. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് കാറി പോരുന്ന വഴി അനി പറയാ, നന്ദു വന്നോണ്ട് ഇത് നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഹോളിഡേ ആയി പോയാന് അനാമിക എന്നെ ആ കടയില് ഇരുത്തി ഇന്ന് മൊത്തം ചുറ്റിച്ചാനെന്ന് പറയാണ്. ഇത് കേട്ടത് അനാമിക പിന്നെ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ നിന്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നേ, ഒരു ദിവസം വേണം ഒരു കടയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ. നന്ദു ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തെന്ന് പറയണം. ഇതൊക്കെ കേട്ടിട്ട് നന്ദു ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ അനാമി ചോദിച്ചു, എന്ത് പറ്റി നന്ദു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നിൽക്കണേ? ഏയ് ഒന്നുമില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇനി എന്താ വല്ല ലവ് ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടത് അനി പറഞ്ഞു, നന്ദുവിന് ലവ് ഫെയിലിയറാ, കൊള്ളാം, നല്ല കഥയായിപ്പോയി. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഇവളിങ്ങനെ ഇരിക്കുവോ? ഇവൾക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഇവൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ഇവളോടൊപ്പം ഞാനുണ്ടാവും. നമ്മൾ രണ്ടും ഒന്നിക്കാൻ കാരണം ആരാ? നന്ദു അല്ലേ? അപ്പൊ നന്ദുവിനെ ഹെൽപ്പ് ചെയ്യേണ്ട കടമ നമുക്കല്ലേ? അല്ലെങ്കിൽ ഇവൾക്ക് അങ്ങനെ ആരുടെ ലവ് ഒന്നും തോന്നില്ല. ഇവൾക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ലവ് ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടേ പോലും നീ പോടാന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം അവളുടെ. നിനക്ക് അതിന് അവളെ കുറിച്ച് എന്തറിയാന്ന് അനാമികയോട് ചോദിക്കണം. അനാമിക പറഞ്ഞ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുവാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദുവിന് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. അനി പറയുന്നേ, ഇതുവരെയായിട്ട് തന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പം മനസ്സ് മനസ്സിലായിട്ട് ഇനി കണ്ടിരുന്ന് അടിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അനിയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ താനായിട്ടാ തിരുത്താൻ പോകുന്നില്ല. അല്ലെങ്കിലും ഇനിയിപ്പോ അത് തിരുത്താൻ പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അവിടെ തമ്മിലുള്ള വിവാഹമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. ഇനിയിപ്പോ താൻ അങ്ങനെ ചിന്തിക്കുന്ന പോലും ശരിയല്ല എന്ന് നന്ദു മനസ്സിൽ പറയണം. പിന്നീട് അനാമിക തിരിഞ്ഞ് പറഞ്ഞു, അല്ല നന്ദുവിന്റെ മുഖം എന്താ വീണ്ടും വല്ലാതിരിക്കുന്നേ? എന്നെ സങ്കടം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു സങ്കടമില്ലെന്ന് പറഞ്ഞ. അനി പറഞ്ഞു, നീ ആയിട്ട് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്താതിരുന്നാ മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾക്ക് ഈ ലവ് എന്നൊക്കെയുള്ള വികാരമേ അത് കേൾക്കാൻ തന്നെ അവൾക്ക് ദേഷ്യ. അങ്ങനെയൊന്നും അവൾക്ക് ആരോടും ഇല്ലാന്ന് പറയണം. പിന്നീട് നന്ദു ഒന്നും മിണ്ടാതിരുന്നു. പിന്നീട് ഇവർ രണ്ടും ഇത് പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടായിരിക്കുമ്പോൾ നന്ദു പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക, എനിക്ക് ആരോടും ഒരു ലവും ഇല്ല, ഒന്നുമില്ല, ഒരു ലവ് ഫെയിലിയറും ഇല്ല. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ രണ്ടും തമ്മിൽ പറഞ്ഞ് തർക്കിക്കേണ്ടെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന കനക നവ്യയുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് നവ്യയാണെങ്കിൽ ഫോണിനകത്ത് ഇങ്ങനെ ഓരോന്ന് കണ്ടോണ്ടിരിക്കാം. എപ്പം നോക്കിയാലും നിനക്ക് ഫോണിൽ മാത്രം നോക്കിയാണെങ്കിൽ സമയമില്ല. നവ്യ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം. എന്താമ്മേ, എന്തിനാ വിളിച്ചേ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. അമ്മ എന്താന്ന് ചോദിക്കണം. വരാൻ പറഞ്ഞ നീ വന്നാ മതി, കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് മുറ്റത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. മുറ്റത്തേക്ക് കൊണ്ടുപോയപ്പോ 2-3 കുടം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാമ്മ ഈ കുടമൊക്കെ? അതെ, ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞ. എങ്ങോട്ട്? ഈ വെള്ളം ഇങ്ങനെ ഇടിപ്പ് വെച്ചിട്ട് അവിടെ വരെ പോണം, പിന്നെ തിരിച്ചു വരണം എന്ന് പറയണം. അമ്മയ്ക്ക് എന്നമ്മേ ഇതെന്ത് പറ്റിയെന്ന് പറയണേ? ഭ്രാന്ത് പിടിച്ചു നിൽക്കണേ. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യണം. നീ ഗർഭിണിയല്ലേ? ഇപ്പൊ ഇനിയിപ്പോ ഒരു 3-4 മാസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിങ്ങോട് വരും. അപ്പൊ സുഖപ്രസവം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സിസേറിയനാവും. സിസേറിയൻ ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ സമയമില്ല. പിന്നെ വേദനയായി, അതായി ഇതായി, കുഞ്ഞിനും ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടേ നല്ല പ്രസവം നടക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നു പറയണം. അമ്മ എനിക്കതൊന്നും വേണ്ട, എനിക്ക് സിസേറിയൻ ആയാലും മതി എന്ന് പറയണം. അയ്യടാ സിസേറിയന് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാന്നറിയോ? എന്റെ അമ്മയെ പറഞ്ഞു തന്നെ. അതുകൊണ്ടാണ് ഞാന് 3 പിള്ളേരെ നല്ല ചോണക്കുട്ടിയായിട്ട് പോയി പ്രസവിക്കുകയല്ലേ ചെയ്തേ, അല്ലാതെ എനിക്ക് സിസേറിയനൊന്നും അല്ലായിരുന്നു പറയാണ്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഇതും കൂടെ എടുത്ത് വെച്ച് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഇടുപ്പിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. നവ്യക്കാണ് സങ്കടം ദേഷ്യം. അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞ. വയ്യെന്നൊക്കെ തോന്നും. നീയേ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് തിന്നങ്ങ് തടിച്ചങ്ങ് വരും അങ്ങോട്ട്, ഒരു ജോലിയും ചെയ്യാതെ. പാവ ആ നയനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിച്ച് ഞാനിവിടെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് എല്ലാം ഞാൻ ചെയ്യിച്ചാനെന്ന് പറയണം. നവ്യ പെട്ടു. നവ്യ അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ സമയത്താണ് അഭിയും ജലജയും അങ്ങോട്ട് വരുന്നത്. അഭിയും ജലജയും കണ്ട് ഈ കാഴ്ച. ഇത് കണ്ടത് ജലജ പറഞ്ഞിക്കൊള്ളാം, നല്ല കാഴ്ച തന്നെയത്. ഇത് ഇച്ചിരി നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നവ്യ ഇപ്പൊ ഒരു പാഠം പഠിച്ചാനെന്ന് പറയാം. ഇവള് മുറി കിടക്കുന്നതിന് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് ഇവളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. അഭി പറഞ്ഞു, ഓ എന്റെ ദൈവമേ, എത്ര നാളായി ഇവൾ ഈ വീട്ടിൽ വന്നേ പിന്നെ ആദ്യമായിട്ട് ഒരു ജോലി ചെയ്ത് ഞാൻ കാണുന്നു പറയാം. അതെങ്ങനെയാ ജോലി ചെയ്യാൻ പറ്റുമോ? അവള് പ്രഗ്നന്റ് ആയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ്. ഇതിന് മറുപടി ഒന്നും അഭി പറഞ്ഞില്ല.
പിന്നീട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ജോലിയായിട്ട് നേരെ കനക നവ്യനെ കൊണ്ടുപോവാണ്. ഒരു ചൂലം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് അടിക്കാൻ പറയണം. അമ്മ വേണ്ടമ്മ എനിക്ക് വയ്യ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് കുനിഞ്ഞു നിർത്തും കൂടെ അടിക്ക്. ഇതൊക്കെ ഗർഭിണികളായ പെണ്ണുങ്ങൾ ചെയ്യേണ്ട, എങ്കിലേ സുഖപ്രസവം നടക്കുള്ളൂ. ഇതൊക്കെ ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എപ്പം നോക്കിയാലും നിനക്ക് ആ ഫോണിൽ കളിക്കൊണ്ടിരിക്കാനേ സമയമുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ കണ്ടോ ഭാവിയിൽ 100 പ്രശ്നങ്ങളാണ് നിനക്ക് ഉണ്ടാകാൻ പോന്നെ എന്ന് പറയുവാണ്. നവ്യയാണെങ്കിൽ ഓ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കനകയോട് ദേഷ്യപ്പെട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. കനക നിർബന്ധിച്ച് ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിൽ നീ എൻ്റെ ഇത് മേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് നവ്യ മടി കാണിച്ച് കഴിയുമ്പോൾ ചെവിക്കിട്ടിനായിട്ട് കിഴുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ട അഭിയും ചലിച്ചിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷം. അവരിങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഓരോ പണി തീരുമ്പോൾ ഓരോന്നും കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ബോത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നവളൊക്കെ തന്നെ. കാരണം ഇത്രയും ദിവസം നവ്യ അങ്ങനെ അങ്ങോട്ട് സൂചിച്ചിരിക്കുമായിരുന്നു. ഇനി അത് പറ്റില്ലല്ലോ. പിന്നീട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് നവ്യനെ കൊണ്ട്. കയറ്റിക്കൊണ്ട് പോയിട്ട് ആ പെര തുടയ്ക്കുന്ന ആ മോപ്പും ആ ബക്കറ്റും ഒക്കെ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്തിനാമ്മേ? പെര തുടയ്ക്ക്. ഞാൻ പെര തുടയ്ക്കാനോ? അമ്മ എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പണി ചെയ്ത് മടുത്തില്ലെന്നിരിക്കണം. എന്ത് പണി ചെയ്ത് മടുത്തു? ഡെയിലി നയന ഇവിടെ ചെയ്യുന്ന ഈ ജോലികളൊക്കെ തന്നെയല്ലേ നീ കാണുന്നല്ലേ? ഓ അപ്പൊ നിനക്കത് കാണാൻ കണ്ണില്ലല്ലോ. നീ അങ്ങോട്ട് കയറി കസാര കയറി ഇരിക്കുവല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്. അമ്മ ഞാൻ പ്രഗ്നന്റ് അല്ലേ? പ്രഗ്നന്റ് ആണെങ്കിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പൊ എന്നോട് കൂടുതൽ പറയിക്കണ്ട, ചെയ്യാൻ പറയണം. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് തുടയ്ക്കുവാണ്. ഈ സമയത്ത് അഭിയും ജലജ അവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ്. നവ്യക്കാണ് സങ്കടവും ദേഷ്യം എല്ലാം വന്നു. അമ്മ ഒരു 10 ദിവസത്തോടെ ഇവിടെ നിൽക്കുവാണെങ്കിൽ മിക്കവാറും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതോടൊപ്പം തന്നെ അമ്മ തന്റെ കള്ളഗർഭം അങ്ങനെ കണ്ടുപിടിച്ചാൽ തീർന്നു. അങ്ങനെയൊക്കെ ഓർക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നയന വരുന്നത്. നയന കണ്ട് ഈ കാഴ്ച. അപ്പം നയന വന്ന് ചോദിച്ചു, അമ്മ ഇതെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ചെയ്യിക്കുന്നത് ഞാൻ ചെയ്തോളാന്ന് പറയാണ്. ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്പി പറഞ്ഞു, അങ്ങനെ പറ. കണ്ടോ ഈ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമല്ലോ, വന്നപ്പത്തോട്ട് തുടങ്ങിയതാ എന്നെ കൊണ്ടൊരു ജോലി എന്ന് പറയണം. ഇത് കേട്ടെന്ന് കനക പറഞ്ഞു. കേട്ടില്ലേ അവള് പറഞ്ഞേ? ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന നയന നീ ഒറ്റ എഴുത്തിയാ. വന്നപ്പോ മുതൽ അവളെ കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിക്കാൻ മേലായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? അല്ല ഇവള് ഗർഭിണിയാന്ന് ഓർത്തേ ഇവളെ എപ്പോ നോക്കിയാൽ ഇവൾക്ക് മുറി കയറിക്കാനേ സമയമുള്ളൂ. അങ്ങനെ ഇരുത്തരുത്. ഇവളുടെ സുഖപ്രസവം നടന്നില്ലെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാന്ന് പറയണം. നീ കാരണമാണ്. നീ എല്ലാ ജോലിയും ചെയ്ത് കൊടുത്തിട്ടല്ലേ അവളുടെ ഇരിക്കുന്നിടത്തേക്ക് അവൾക്കുള്ള ഫുഡ് സാധനങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നേ. അതിന്റെ ഒരാവശ്യമില്ല. അവൾക്ക് ഒരു പ്രശ്നമില്ല. അവൾ ഓടി നടന്ന് പണി ചെയ്യേണ്ട സമയമാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് നയനയ്ക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിപ്പോയി. പിന്നീട് നയൻ്റെ അടുത്ത് എന്നിട്ട് കനക പറഞ്ഞു, അത് മോളെ ഒരു 2-3 മാസത്തോടെ കഴിയുമ്പോഴത്തേനും നവ്യക്കൊരു കുഞ്ഞാണ്ടാവും. അത് നീയാ. നിന്റെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞ്. പക്ഷെ ഇതുവരെയായിട്ട് നിനക്കൊരു വിശേഷം ഉണ്ടായില്ലോ. ഇനി അമ്മയ്ക്ക് കേൾക്കേണ്ട അതാണ് നിന്റെ ഒരു കുഞ്ഞ്. അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ടതും നയന പെട്ടെന്ന് പറഞ്ഞു, അമ്മേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ അമ്മയോടൊന്ന് ആദ്യം പറയുന്നേ. പിന്നെ ഞാൻ കള്ളമൊന്നും പറയത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും കനകയൊന്നും ഞെട്ടി. കള്ളം പറയത്തില്ല? അതെന്താ? നവ്യ ദൈവമേ ഇവളിപ്പൊ തന്നെ പറയുമെന്ന് തോന്നേ. അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കുഴിച്ചു മൂടുന്ന ലക്ഷണമാണ് കാണുന്നത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നവ്യ ഒന്ന് നോക്കുവാണ് നയനെ പെട്ടെന്ന്, അല്ലമ്മേ ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ, അമ്മ വേറൊന്നും വിചാരിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിങ്ങളുടെ എസ്കേപ്പ് ആവുകയാണ്. കനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. എന്താ അവൾ അങ്ങനെ പറഞ്ഞേ? പിന്നീട് നവ്യനെ നോക്കുവാണ്. ഇവൾക്ക് ഓരോ ദിവസം വയറ് വെച്ച് വരണോ? അതോ ഇനിയിപ്പോൾ തനിക്ക് തോന്നുന്നതാണോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യ ഓർത്തു, ദൈവമേ അമ്മ നോക്കുന്നുണ്ട്. ഇനി അന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ? തനിക്ക് തോന്നുന്നായിരിക്കും. പെട്ടെന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ട് എസ്കേപ്പ് ആവണം നിർത്തേണ്ട നവ്യ പെട്ടെന്ന് ജോലി ചെയ്യാണ്. ഈ സമയത്ത് മുറിയിലേക്ക് നയന വന്നിരിക്കുവാണ്. നയനയ്ക്കാണ് ആകെപ്പാടെ ആദ്യമായിരുന്നു. ചേച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണോ? പക്ഷെ പറയണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അന്ന് ആ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വയറ്റേന്ന് ആ പാടി ആടിപ്പോയി കഴിഞ്ഞപ്പം ഇതെല്ലാവരോടും പറയുന്ന താൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ചേച്ചി പറഞ്ഞാണ്, നീ ആരുടെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇനി ആരോടും പറയാനും പറ്റില്ല. നീ ഇപ്പം എന്ത് ചെയ്യും? അനുഭവിക്കുക തന്നെ. അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശ് വന്ന് ഒന്നും അതിനെ ശ്രദ്ധിച്ചും കൂടി ഇല്ല. വന്നതുപോലും അറിഞ്ഞില്ല. ആദർശ് വന്നപ്പോൾ ഇവളെന്താ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? പെട്ടെന്ന് നയനേന്ന് പറഞ്ഞിട്ട് പോയി അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് കൈ വെക്കുവാണ്. ഇതെന്ത് പറ്റി? എന്നിട്ടും പറഞ്ഞില്ല. പെട്ടെന്ന് നയനെ അങ്ങ് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കണം. എന്താ ആദർശേട്ടാ എന്തെങ്കിലും വേണോ? എന്തെങ്കിലും വേണമെന്ന് പറ, ഇപ്പം ഞാൻ എടുത്തോണ്ട് തരാമെന്ന് പറയണം. ഈ വെപ്രാളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ്, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? കൂളാവ്. നീ ഞാനൊന്നും ചോദിച്ചില്ല നിന്നോടെന്ന് ചോദിക്കണം. അല്ല ആദർശേട്ടൻ എന്തെങ്കിലും വേണോന്ന്? അല്ല നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ? ഒന്നുമില്ല. ഞാനേ
ആദർശേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ജോലി ചെയ്ത് മടുത്തു. എവിടെയായാലും എനിക്കൊന്ന് കിടക്കണമെന്നുണ്ട്. അതാ ആദർശേട്ടൻ വന്നിട്ട് കിടക്കാന്ന് കരുതി. ഞാൻ എന്നാ പോയി കിടന്നോട്ടെന്ന് ചോദിക്കണം. പോയി കിടന്നോളാൻ പറയണം. നായന് പോയി നിലത്തേക്ക് ആ ബെഡൊക്കെ പിടിച്ചിട്ട് പോയി കിടക്കണം. ആ സമയത്ത് നവ്യനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും കഥകി പെട്ടെന്ന് മുട്ടുന്ന കേട്ടെ. ഇതാരാ ഈ സമയത്ത്? ആദർശം ഇത് പതിവില്ലാത്ത ആളോ ഈ മുട്ടല് എന്നോർത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന് പോയി കഥവ് തുറക്കുവാണ്. കഥവ് തുറന്നപ്പം ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വന്ന് നിൽക്കുവാണ് കനക. എന്താമ്മ ഇത് എന്താന്ന് ചോദിക്കാണ്. ഇതാ മോളെ പാല്, ഇത് കുടിച്ചിട്ട് കിടക്കുവാണ് നല്ല ഉറക്കം വരും. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചല്ലേ, രണ്ടുപേരും കൂടി ഇത് കുടിച്ചിട്ട് കിടന്നോളാൻ പറയണം. കനക പറഞ്ഞ ശരി ശരി എന്ന് പറയണ. പെട്ടെന്നാണ് കനക ഇങ്ങനെ നോക്കുമ്പോ ബെഡ് വിരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇതെന്താ നമ്മളെ ഈ ബെഡ് ഇങ്ങനെ ഇവിടെ ഇരിച്ചിട്ടേക്കുന്നേ, ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഏയ് അതൊന്നുമില്ലമ്മേ, മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് നയനെ പുറത്തേക്ക് കൊണ്ട് വിളിച്ചോണ്ട് പോവാണ്. എന്താ മോളെ ആ ബെഡ് താഴെ വിരിച്ചിട്ടേക്കുന്നേ? മോനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കണേ. ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിപ്പോ നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണ് കിടക്കണേന്ന് ചോദിക്കണം. ഇല്ലമ്മേ, അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അതെ, ആദർശാണ് യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആദർശാണ് ആ ബെഡ് എവിടെ ഇട്ടേക്കുന്നത്, ആദർശാണ് വേണ്ടിയാന്ന് പറയണം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ കിടക്കുന്നത്, ഒരു പ്രശ്നമില്ലമ്മേന്ന് പറയാണ്. പക്ഷെ എന്തോ കനയ്ക്ക് അതത്ര വിശ്വാസം വന്നില്ല. കനക പറഞ്ഞു, മോളെ എനിക്ക് നിന്നിലൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ, നീ ആയിട്ട് ആ തകർത്തുകളെല്ലാം അറിയാലോ. എന്ത് വിഷമമുണ്ടല്ലോ അമ്മയോട് പറയണം. ഇനിയിപ്പോ ആദർശമോനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അത്ര അല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലോ. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇനി അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഒന്നും പറയാതെ കനക അങ്ങോട്ട് പോകുവാണ്. എനിക്കാണ് വല്ലാത്ത സങ്കടം വന്നു. കനക പോയി കഴിഞ്ഞപ്പത്തിന് ആദർശം വന്നിട്ട് പറഞ്ഞു, അതെ ഇനി ഈ ബെഡ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ബെഡ് വേണ്ടേ? അതെന്താ? ദേ ഇപ്പൊ തന്നെ നിന്റെ അമ്മ കണ്ടുപിടിച്ചു. നാളെ ഇനി മുത്തശ്ശനോ മുത്തശ്ശ ആരും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഇത് മതി ഇനിയിപ്പം മുത്തശ്ശന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. മുത്തശ്ശന് അടുത്ത അസുഖം ഉണ്ടാവണമെന്ന് പറയാണ്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? നീ ഇനിത്തോട്ട് ബെഡേ കിടക്കണ്ട, നീ കട്ടിലേക്ക് കയറി കിടന്നോളാൻ പറയാണ്. വേണ്ട, ഞാൻ നിലത്ത് കിടന്നോളാന്ന് പറയാം. പറഞ്ഞില്ലേ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇനി നിലത്ത് കിടക്കണ്ട, നാളെ നേരം വിളിക്കട്ടെ. ആ ബെഡ് അങ്ങോട്ടെ കത്തിക്കുന്നുണ്ടെന്ന് പറയാണ്. ഈ ബെഡ് കാരണം മനുഷ്യന് സ്വസ്ഥത പോകുന്നാ തോന്നുന്നത്. ഇനിയിപ്പൊ നിന്റെ അമ്മ എങ്ങാനും ഇത് വല്ല പ്രശ്നമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും അറിയും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ല കിടക്കുന്നേ. പിന്നെ അത് ഇനി അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നയന പിന്നെ ഒന്നും മിണ്ടിയില്ല. ബെഡൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നീട് കട്ടിലേക്ക് കയറി കിടക്കുകയാണ്. കട്ടിലേക്ക് കയറി കിടക്കുമ്പോൾ ആദർശം അങ്ങോട്ട് കണ്ണടച്ച് കിടക്കുകയാണ്. നയനയാണ് ഒരു പൊട്ടിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. ഈ ചിരി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശിച്ചു, എന്താ നീ ചിരിക്കണേ, എന്താ ചിരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല ആദർശത്തെ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടോ. അവള് ചിരിച്ചോണ്ടിരിക്കുന്നു പാതിരാത്രിക്ക്. ഇപ്പൊ ഞാൻ ഉറങ്ങും ആദർശേട്ടാന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണടച്ച് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അബിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അബിക്കാണ് വല്ലാത്ത ദേഷ്യം വരുന്നത്. അവളെ കൊണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലമ്മേ, എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാന്ന് ജലജയോട് പറയാ. ഇപ്പൊ എന്ത് ചെയ്യാനാ, നീ ആയിട്ട് വരുത്തി വെച്ച വിനയല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തേലും എനിക്കൊരു വഴി കാണിച്ചു തരണം, അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം, അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കണം. അമ്മ എന്തേലും ഒരു മാർഗം പറഞ്ഞു തരാൻ പറയണം. ഇത് കേട്ടതും ജലജ തന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പറയണേ. ആ സമയത്താണ് കനക അങ്ങോട്ട് ഇതെല്ലാം കേട്ടോണ്ട് വരുന്നത്. കനയ്ക്ക് മനസ്സിലായി തന്റെ മക്കളെ ഇവിടുന്ന് വായിക്കാനുള്ള പുറപ്പാടാ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷവും കൂടി എന്ന് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.